Hello, we will plus 2 chemistry exam revisions continue. We will solution discuss. Okay. So, solution chapter is very important questions. Okay. It's too important. 1000% ഈ വർഷം നിങ്ങൾക്ക് എക്സാം 100% അല്ല ഉറപ്പായിട്ട് വരുന്നേ ഹെൻറിസ് ലായുടെ ആപ്ലിക്കേഷൻ 3 ആപ്ലിക്കേഷൻ ഉണ്ട് പഠിച്ചു വെക്കുക. What is Henry's law? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Partial pressure of a gas is directly proportional to mole fraction. Here KH is called Henry's constant കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഇത് അറിയാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Henry's law സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, ആപ്ലിക്കേഷൻ പഠിക്കുക. എന്താ ആപ്ലിക്കേഷൻ? 3 ആപ്ലിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാ? പഠിച്ചിട്ടില്ലേ? കോൾഡ് വാട്ടറിൽ എന്താണ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ എന്താണ് അണ്ടർ ഹൈ പ്രഷറിലാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ എന്താണ് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. ദെൻ എന്താണ് സ്ക്യൂബ ഡൈവേഴ്സിന്റെ ആപ്ലിക്കേഷൻ, പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ ഒരു കേസ്. അങ്ങനെ 3 ആപ്ലിക്കേഷൻ ഉണ്ട്. ആർക്ക്? ഹെൻറിസ് ലായ്ക്ക്. ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അത് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഏറ്റവും കൂടുതൽ വർഷം സൊല്യൂഷനിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഹെൻറിസ് ലായുടെ ആപ്ലിക്കേഷൻ. ഈ വർഷവും ചോദിക്കും. ഹെൻറിസ് ലാ പഠിക്കുമ്പോൾ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടല്ല Rawor's law. അടുത്ത പഠിക്കുന്ന ലാ എന്നാണ് Rawor's law. Rawor's law വളരെ ഇമ്പോർട്ടന്റ് ആണ്. Rawor's law പഠിക്കുക. Rawor's law ജസ്റ്റ് ഡെറൈവ് ചെയ്യുക. Rawor's law വെച്ച് പി ടോട്ടന്റെ ഫോർമുല അങ്ങ് പഠിച്ചു വെക്കുക. ക്ലിയർ? അപ്പൊ ഹെൻറിസ് ലാ പഠിക്കുക, അവന്റെ ആപ്ലിക്കേഷൻ പഠിക്കുക, Rawor's law പഠിക്കുക. ഇത്രയും പഠിക്കുമല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സാം ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്താ ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ Rawor's law ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. Rawor's law ഒബേ ചെയ്യാത്ത സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്താ Rawor's law പറയുന്നത്? Rawor's law പറയുന്നത് ഇത്രയേ ഉള്ളൂ. നോക്കി, ഇപ്പൊ PA പാർഷ്യൽ പ്രഷർ ഓഫ് A is directly proportional mole fraction. Rawor's law പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരാളുടെ പാർഷ്യൽ പ്രഷർ directly proportional to ആരായിരിക്കും? മോൾ ഫ്രാക്ഷൻ ആയിരിക്കും. അവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരാ P0A. ഈ P0A എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഏതാണ്? പ്യുവർ കമ്പൗണ്ട് അല്ലെങ്കിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പൗണ്ട് എന്നൊക്കെ പറയും. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഡീപ്പായിട്ട് കിടക്കുന്നില്ല, ജസ്റ്റ് റിവിഷൻ ആക്കി മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ Rawor's law വെച്ച് പറയുന്നത് PA equal to P0A into chi A ആണ്, PB equal to P0B into chi B. സോ നമുക്ക് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ വെച്ച് ടോട്ടൽ പ്രഷർ P ടോട്ടൽ അല്ലെങ്കിൽ PS സൊല്യൂഷന്റെ പ്രഷർ PA plus PB ആയിരിക്കും. ഇതാണ് ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻസ്. ഓക്കെ, ഈ P0A chi A ആണ് Rawor's law വെച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പാർഷ്യൽ പ്രഷർ എന്നാണ്, ഇതിന്റെ പ്രോഡക്റ്റ് ആണ്. ക്ലിയർ? ഇനി ഇത് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയണമെങ്കിൽ ഈ 2 കണ്ടീഷൻ ആണ് ഇമ്പോർട്ടന്റ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കണ്ടീഷൻ ഫോർ എൻ ഐഡിയൽ സൊല്യൂഷൻ. ഒന്നുമില്ല, ഡെൽറ്റ മിക്സ് V equal to 0 എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷൻ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന വോളിയവും മിക്സ് ചെയ്യുന്ന ശേഷം ഉണ്ടായിരുന്ന വോളിയം സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു 5 ലിറ്ററും 10 ലിറ്ററും കൂടെ മിക്സ് ചെയ്തു, കിട്ടുന്നത് 15 ലിറ്റർ ആയിരിക്കണം. അപ്പോൾ വോളിയത്തിന് ചേഞ്ച് വല്ലതും ഉണ്ടോ? ഇല്ല. എന്നാൽ മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പും മിക്സ് ചെയ്യുന്ന ശേഷവും വോളിയം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ കമ്പോണൻസിന്റെ ഇൻഡിവിജ്വൽ വോളിയവും ഇപ്പം കിട്ടിയ ടോട്ടൽ വോളിയവും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എന്നാൽ മിക്സ് ചെയ്യുന്നതിന് മുമ്പും മിക്സ് ചെയ്യുന്ന ശേഷവും എന്ത് പാടില്ല? വോളിയത്തിന് ഡിഫറൻസ് പാടില്ല. അതാണ് ഡെൽറ്റ മിക്സ് H എന്ന് പറഞ്ഞാൽ ഡെൽറ്റ മിക്സ് V എന്താ? 0. അവിടെ വോളിയത്തിന് ചേഞ്ച് ഇല്ല. ഈ സൊല്യൂഷൻ ഫോം ചെയ്യുന്നതിന് മുമ്പും ഫോം ചെയ്യുന്നതിന് ശേഷം വോളിയത്തിന് എന്തില്ല? ചേഞ്ച് ഇല്ല. പിടികിട്ടിയോ? അങ്ങനെയുള്ള സൊല്യൂഷൻ ആണെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. അനദർ കണ്ടീഷൻ ഡെൽറ്റ മിക്സ് H is equal to 0 എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ 2 ആൾക്ക്, ഫോർ എക്സാമ്പിൾ ബെൻസീനും ടൊളുവിനും കൂടെ റിയാക്ട് ചെയ്തപ്പോഴാണ് ഒരു സൊല്യൂഷൻ കിട്ടിയത്. അതൊരു ഐഡിയൽ സൊല്യൂഷനാണ്. ബെൻസീന്റെയും ടൊളുവിന്റെയും സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ. ഞാൻ പറഞ്ഞു 5 ലിറ്റർ ബെൻസീനും 10 ലിറ്ററും ടൊളുവിനും കൂടെ മിക്സ് ചെയ്തു. സോ ആഫ്റ്റർ മിക്സിംഗ് എത്രയായിരിക്കും? 15 ലിറ്റർ ആയിരിക്കും. നേരത്തെയും 15 ആയിരുന്നു, ഇപ്പോഴും 15. സോ എന്തില്ല? വോളിയത്തിന് ചേഞ്ച് ഇല്ല. ഇനി അടുത്ത കേസ്, ഈ 2 ആൾക്കാരെ മിക്സ് ചെയ്യുമ്പോൾ there is no എന്താണ്? ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ്. ആ റിയാക്ഷനിൽ ഹീറ്റ് എനർജി ലിബറേറ്റും ചെയ്യത്തില്ല, അബ്സോർബും ചെയ്യത്തില്ല. വിച്ച് മീൻസ് എൻതാൽപ്പി ഓഫ് മിക്സിംഗ് 0. ഡെൽറ്റ മിക്സ് H 0. ഹീറ്റ് എനർജി റിലീസും ചെയ്യില്ല, അബ്സോർബും ചെയ്യില്ല. സോ ഡെൽറ്റ മിക്സ് H എന്താണ്? 0. അവിടെ എന്താണ്? എൻതാൽപ്പി ചേഞ്ചും ഇല്ല. പിടികിട്ടിയോ? ക്ലിയർ? ഇനി ദ മോസ്റ്റ് important condition AB force of attraction is equal to AA force of attraction BB force of attraction. അല്ല, മനസ്സിലായ? ഇപ്പം പറഞ്ഞു. ഇവിടെ നോക്ക്, ഇവിടെ AB എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരെ റിയാക്ട് ചെയ്യുമ്പോഴാണല്ലോ ഒരു സൊല്യൂഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോഴാണല്ലോ ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. ബെൻസീൻ A ആണ്, ടൊലുവിൻ B ആണ്. അപ്പം ബെൻസീൻ ടൊലുവിനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതാണ് AB ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ബെൻസീനുമായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതാണ് AA ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ടൊളുവിനുമായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതാണ് BB ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതിൽ എല്ലാ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ എന്ത് സൊല്യൂഷൻ ആയിരിക്കും? ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. ക്ലിയർ? ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയുള്ള ഐഡിയൽ സൊല്യൂഷൻസിന് എക്സാമ്പിൾ പഠിക്കുക. ബെൻസിൻ, ടോളുവിൻ, നോർമൽ ഹെക്സേൻ, നോർമൽ ഹെപ്റ്റേൻ, ബ്രോമോ ഈത്തൻ, ക്ലോറോ ഈത്തൻ. എക്സാമിന് ചോദിക്കുന്നത്
എന്താണ് ബ്രോമോ ഈഥൻ ആൻഡ് ക്ലോറോ ഈഥൻസ് ആർ മിക്സ് ആൻഡ് പ്രൊഡ്യൂസ് എ സൊല്യൂഷൻ വിച്ച് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ അത് ഏത് ടൈപ്പ് സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ ബി പാർട്ട് ഗീവ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് എഴുതി കൊടുക്കുക അത്രയും പ്രോപ്പർട്ടി പിടികിട്ടിയോ എക്സാമ്പിൾ പഠിച്ചു നോക്കിയാൽ എക്സാമ്പിൾ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ റാവോൾസ് ലാ പറയുന്ന കണ്ടീഷൻസ് ഇതൊക്കെയാണ് ഈ കണ്ടീഷൻസ് ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ഐഡിയൽ സൊല്യൂഷൻ അപ്പൊ ഈ കണ്ടീഷൻ ഒബേ ചെയ്യാത്തയോ റാവോൾസ് ലാ പറയുന്നത് പി എ ഈക്വൽ ടു P0 A into chi A എന്നല്ലേ ജനറൽ സെൻസിൽ അത് അങ്ങനെ അല്ലെങ്കിലോ then that solutions are called non-ideal solution റാവോൾസ് ലാ പറയുന്നത് ഒരാളുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിന്റെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു പിന്നെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് പ്യൂർ കമ്പൗണ്ട് ഇതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന റാവോൾസ് ലാ പറയുന്നത് ഓക്കെ അങ്ങനെ അല്ലെങ്കിലോ നോട്ട് ഈക്വൽ ടു അപ്പൊ റാവോൾസ് ലാ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് ടൈപ്പിലുണ്ട് എടാ നോട്ട് ഈക്വൽ ടു എന്ന രണ്ട് കേസ് ഉണ്ട് ലെസ് ദാനും വരും ഗ്രേറ്റർ ദാനും വരും ഒന്നും കൂടെ ഞാൻ പറഞ്ഞു കറക്റ്റായിട്ട് മീനിങ് ആയിട്ട് പറഞ്ഞു തന്നാ ഇവിടെ നിങ്ങൾ വിചാരിക്കട്ടെ ഇങ്ങനെ ഇപ്പൊ ഒരു എ എന്ന് പറയുന്ന ഒരാളുടെ പാർഷ്യൽ വേപ്പർ പ്രഷറാണ് പി എ അത് റാവോൾസ് ലാ വെച്ച് കണ്ടുപിടിക്കുന്നത് P0 A into chi A എന്ന് പറഞ്ഞ ഫോർമുലയെ കൊടുത്താണ് റാവോൾസ് ലാ വെച്ച് കണ്ടുപിടിക്കുന്നത് ഇപ്പൊ ഈ സൈഡ് 5 ഈ സൈഡും 5 ഈക്വൽ ആയില്ലേ സപ്പോസ് ഈ സൈഡ് 6 കിട്ടി ഈ സൈഡ് 5 കിട്ടി ഈക്വൽ ആയോ അല്ലെങ്കിൽ ഈ സൈഡ് 4 കിട്ടി ഈ സൈഡ് 5 കിട്ടി ഈക്വൽ ആയോ അതാണ് പറയുന്നത് P0 A into chi A വെച്ച് ആ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുമ്പോൾ റാവോൾസ് ലാ പറയുന്ന വേപ്പർ പ്രഷർ കിട്ടും ഈ പി എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവന് ഉള്ള വേപ്പർ പ്രഷർ രണ്ടും ഈക്വൽ ആവുന്ന സ്റ്റേജ് ആണ് റാവോൾസ് ലാ ഒബേ ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്ത സ്റ്റേജ് ആവുമ്പോഴോ അതാണ് രണ്ടും ഒബേ ചെയ്യാത്ത ഇത് റാവോൾസ് ലാ വെച്ച് പറയുന്ന വേപ്പർ പ്രഷർ ഇത് അയാൾക്കുള്ള ഒറിജിനൽ വേപ്പർ പ്രഷർ രണ്ടും ഈക്വൽ അല്ലെങ്കിലോ റാവോൾസ് ലാ ഒബേ ചെയ്തോ ഇല്ലല്ലോ ദാറ്റ് സൊല്യൂഷൻസ് ആർ കോൾഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ഒന്നുമില്ല കുട്ടികളെ റാവോൾസ് ലാ പറയുന്ന പാർഷ്യൽ വേപ്പർ പ്രഷറിനെക്കാളും കൂടുതലാണ് ആ കമ്പൗണ്ടിന്റെ വേപ്പർ പ്രഷർ എങ്കിൽ then we are said to be positive deviation from റാവോൾസ് ലാ എന്ന് പറയും പിടികിട്ടിയോ അപ്പൊ തിരിച്ചാണെങ്കിലോടാ റാവോൾസ് ലാ പറയുന്ന വേപ്പർ പ്രഷറിനെക്കാളും ആ കമ്പൗണ്ടിന്റെ വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ then we are said to be negative deviation from റാവോൾസ് ലാ എന്ന് പറയും മനസ്സിലായല്ലോ അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി സിമിലർലി പി ബി എല്ലാം അപ്പൊ എല്ലാം എന്ത് വരും കൂടി വരും അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഡെൽറ്റ മിക്സ് വരും എന്താണ് വോളിയത്തിന് ചേഞ്ച് ചെയ്ത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്താണ് എൻതാൽപ്പി ചേഞ്ച് ചെയ്ത് ഗ്രേറ്റർ ദാൻ 0 ആയി രണ്ടും എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡോമിനന്റ് കണ്ടീഷൻ ഇതാണ് പഠിച്ചു വെക്കുക ഇവിടെ ഈക്വൽ ടു 0 ഇവിടെ എല്ലാം എന്തൊരു വോളിയത്തിന് ചേഞ്ച് വരും അത് പോസിറ്റീവ് ആയിരിക്കും എൻതാൽപ്പി ചേഞ്ച് വരും അതും പോസിറ്റീവ് ആയിരിക്കും ഇവിടെ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്കർ ആയിരിക്കും എ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ബി ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ആയിരിക്കും സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പിടികിട്ടിയോ ഞാൻ പറഞ്ഞിട്ട് എന്തെന്ന് റീസൺ ഒന്നുമില്ല കുട്ടികളെ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആയതുകൊണ്ട് മോളിക്യൂൾസ് വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഗ്യാസ് ആയിട്ട് മാറും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഗ്യാസ് ആയിട്ട് മാറും അടുത്ത വേപ്പർ പ്രഷർ കൂടും മനസ്സിലായോ ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് എയും ബി ഇത് എ ബി അങ്ങനെ ഒരുപാട് എ ബി ഉണ്ട് ഈ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആയാലേ ഈ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ആയി ഇത് ഗ്യാസ് എന്ന് വിചാരിക്കുക ഈ എയും ബിയും വളരെ പെട്ടെന്ന് എന്തായിട്ട് മാറൂടാ വേപ്പറായിട്ട് പുറത്തു വളരെ പെട്ടെന്ന് വേപ്പറായിട്ട് പുറത്തു പോയാൽ വേപ്പർ പ്രഷർ കൂടും ആ കമ്പൗണ്ടിന്റെ വേപ്പർ പ്രഷർ കൂടും അതാണ് ഗ്രേറ്റർ ആയത് പിടികിട്ടിയോ അപ്പൊ അത്രയും മാത്രം പഠിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല റിവിഷൻ ആയതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഓക്കെ അപ്പൊ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ അപ്പൊ ഇവിടെ ആകുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആണെങ്കിൽ എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ ഇതിന്റെ കണ്ടീഷൻ ഡെൽറ്റ മിക്സ് എന്തായിരിക്കും അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം കേട്ടോ ഇത് പഠിച്ചിട്ട് ഓപ്പോസിറ്റ് ചെയ്ത് കേട്ടോ ഇത് ഗ്രേറ്റർ ദാൻ 0 നെഗറ്റീവ് ഡീവിയേഷൻ മുമ്പിൽ ലെസ് ദാൻ 0 എടുക്കുക ബട്ട് പഠിക്കേണ്ടത് എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കും പോസിറ്റീവ് ഡീവിയേഷനിൽ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷനിൽ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആയാൽ അപ്പൊ എയും ബിയും നമ്മൾ വളരെ അട്രാക്ഷൻ ഉണ്ടേ അപ്പൊ ആ മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ വളരെ പെട്ടെന്ന് വേപ്പറായിട്ട് മാറത്തില്ല സോ വേപ്പേഴ്സിന്റെ എമൗണ്ട് കുറയും സോ പാർഷ്യൽ പ്രഷർ കുറയും അതാണ് പാർഷ്യൽ പ്രഷർ കുറഞ്ഞത് റാവോൾസ് ലാ പറയുന്നതിനേക്കാളും ഒറിജിനൽ പാർഷ്യൽ പ്രഷർ എന്തെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്തെയും കുറയും ക്ലിയർ പിടികിട്ടിയോ അപ്പൊ എന്താണ് എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്കർ ആണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റാവോൾസ് ലാ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റാവോൾസ് ലാ എന്താണ് എയും ബിയും നേരത്തെ പറഞ്ഞല്ലോ എക്സാമിൽ പഠിക്കുക എത്തനോളും അസറ്റോണും എത്തനോളിന് പകരം വേണമെങ്കിൽ എക്സാമിന് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് പ്യൂർ നമ്മൾ ആൽക്കഹോളിനെ സാധാരണ എത്തനോൾ എന്നാണ് വിളിക്കുന്നത് ഓക്കെ എത്തനോളാണ് ആൽക്കഹോൾ എത്തനോളും അസറ്റോണും അല്ലെങ്കിൽ വാട്ടറും ആൽക്കഹോളിന് വാട്ടറും എത്തനോളും ആയിട്ടുള്ള മിക്സർ ഈ രണ്ടുമാണ് ഈ രണ്ടെണ്ണമെങ്കിലും പഠിച്ചു വെക്കുക രണ്ടല്ല ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് രണ്ടെണ്ണമെങ്കിലും പഠിച്ചു വെക്കുക പോസ്റ്റ് ഡീവിയേഷൻ എക്സാമ്പിൾ നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ഫീനോളും അനിലിനും ദെൻ
നൈട്രിക് ആസിഡും വാട്ടറും. ഈ രണ്ടും ആർക്ക് എക്സാമ്പിൾ ആണ്? പോസ്റ്റ് നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾസ് 2 എക്സാമ്പിൾ എന്നുള്ളൂ, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കുക. എക്സാമ്പിളിൽ നിന്നുമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിടികിട്ടിയോ? ക്ലിയർ ആണോ? അപ്പൊ ഈ 2 കേസ്, ഈ 3 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തായാലും ചോദിക്കും കുട്ടികൾ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എടുത്തുന്നത്. റിവിഷൻ വൈസ് ചെറുതായിട്ട് ഇടുന്നുണ്ട്, ഡീപ്പായിട്ട് ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയുള്ള ഐഡിയ കിട്ടാനുള്ള കണക്ക് മാത്രം ഞാൻ പറഞ്ഞോളൂ. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ ഫുൾ മാർക്ക്, അത്രയും ഞാൻ തന്നോളൂ. ഓക്കെ, ഡീപ്പായിട്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഓക്കെ, അടുത്ത് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അസിയോട്രോപ്പ്. അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കുട്ടികളെ, നമ്മൾ ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും സെയിം കോമ്പോസിഷനുള്ള മിക്സേഴ്സ് ആണ് അസിയോട്രോപ്പ്. ഒന്നുമില്ല, the mixture which boil at constant temperature boil ആകുന്ന മിക്സ്ചേഴ്സ് ആണ് ഏതാണ്? അസിയോട്രോപ്പ്. അവരുടെ ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും അവരുടെ കോമ്പോസിഷൻ സെയിം ആയിരിക്കും. അതാണ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ. അസിയോട്രോപ്പ് 2 ടൈപ്പ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, നമ്മൾ റാവോൾസ് ലായിൽ നിന്നും വളരെ നല്ല പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പായിട്ട് ആക്ട് ചെയ്യുന്ന. എക്സാമ്പിൾ എത്തനോളും വാട്ടറും. എടാ മിനിമം ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, എനിക്ക് കറക്റ്റ് വേരി അറിയത്തില്ല, ഫോർ എക്സാമ്പിൾ സപ്പോസ് എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മിനിമം ബോയിലിംഗ് ജസ്റ്റ് ശ്രദ്ധിച്ചു, ഞാൻ ജസ്റ്റ് പറയാണ്. വാട്ടറിന്റെ നമുക്ക് ബോയിലിംഗ് പോയിന്റ് അറിയാം 100 ഡിഗ്രി സെൽഷ്യസ്, അപ്പൊ 373 കെൽവിനാണ്. ഓക്കെ, എഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് ഒരു 400 കെൽവിൻ എന്ന് വിചാരിക്കേ, വെറുതെ ഇരിക്കട്ടെ. അപ്പം ഈ പക്ഷേ ഈ 2 ആൾക്കാരും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ ആ മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് 351.15. പിടികിട്ടിയോ? എഥനോളും വാട്ടറുള്ള മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് 351.15. ബട്ട് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 373, എഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 400. ഈ 2 പ്യുവർ കമ്പോണന്റിനെക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവല്ലേ ഇവര് മിക്സ്ചർ ആയി കഴിഞ്ഞാൽ? മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് കോൾഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മിക്സ്ചർ ആയി കഴിഞ്ഞാൽ, സൊല്യൂഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്യുവർ കമ്പോണന്റിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റിനെക്കാളും കുറവായിരിക്കും ആ മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ്. ദെൻ ദാറ്റ് സൊല്യൂഷൻസ് ആർ കോൾഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ക്ലിയർ ആയോ? അവന്മാർ ലാർജ് പോസ്റ്റ് ഡീവിയേഷൻ ഫ്രം റാവോൾസിലായിരിക്കും കാണിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും കിട്ടില്ലേ? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 373 കെൽവിൻ, 100 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിൽ 373. നൈട്രിക് ആസിഡ് എനിക്ക് അറിയത്തില്ല എത്രയാണെന്ന്, ജസ്റ്റ് ഒരു 360 വിചാരിച്ചോ, 360 കെൽവിൻ എന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ 2 ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലല്ലേ ഈ മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? മിക്സ്ചറിന്റെ ആ സൊല്യൂഷൻ ഫോം ചെയ്തു, ആ സൊല്യൂഷനിലെ ആ മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് ആ പ്യുവർ കമ്പോണന്റ് ഓരോ ആൾക്കാരുടെയും സൊല്യൂഷൻ ആകുന്നതിന് മുമ്പുള്ള ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലാണ് ആ മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് എങ്കിൽ then that mixture is called maximum boiling azeotrope. ഈ സൊല്യൂഷൻസ് എന്താണ്? റാവോൾസ് ലായിൽ നിന്നും ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. They show large negative deviation from റാവോൾസ് ലാ. എക്സാമ്പിൾ നൈട്രിക് ആസിഡും വാട്ടറിന്റെ മിക്സർ പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? എന്താ? ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപെൻഡ്സ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ നേച്ചർ. ഓക്കെ, സൊല്യൂട്ടിന്റെ നേച്ചറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, സൊല്യൂട്ട് പാർട്ടിക്കിളിന്റെ എണ്ണം, നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ വിളിക്കുന്നവരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. നമുക്ക് 4 ടൈപ്പ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആരൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഡെഫിനിഷൻസും ബൈ കാര്യങ്ങളെല്ലാം അറിയാം. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ സമയം കളയുന്നില്ല, എല്ലാ ചാപ്റ്റർ റിവിഷൻ നടത്താനുള്ളതുകൊണ്ട് സമയം കളയുന്നില്ല. ഓക്കെ, ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചും മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്, ഞാൻ ബി സൊല്യൂട്ട് എ സോൾവെന്റ് ആയിട്ട് എടുത്തു. നിങ്ങൾ ചിലപ്പോൾ 1 ഉം 2 ഉം പഠിച്ചു കാണും. 1 സോൾവെന്റും 2 സൊല്യൂട്ടും. ഞാൻ എ സോൾവെന്റ് ബി സൊല്യൂട്ട് ആയിട്ട് എടുത്തു. സോ MB റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ വെച്ചുള്ള ഡെറിവേഷൻ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫോർമുല: P0A × WB × MA / P0A - VA × WA. വാട്ട് ഈസ് P0A? Vapor pressure of the pure solvent. What is WB? Weight of the solute. What is MA? Molecular mass of the solvent. What is WA? Weight of the solvent. എല്ലാം നിങ്ങൾക്ക് അറിയാലോ. Then second case, elevation in boiling point വെച്ച് molecular mass of solute കണ്ടുപിടിക്കുന്ന ഫോർമുല, depression in freezing point വെച്ച് molecular mass of solute കണ്ടുപിടിക്കുന്ന ഫോർമുല, and last one, the most important colligative property is osmotic pressure. Why? ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരും. ഏറ്റവും ഇമ്പോർട്ടന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഏറ്റവും ഇമ്പോർട്ടന്റ് ഓസ്മോട്ടിക് പ്രഷർ ആണ്. എന്തുകൊണ്ട്? വീഡിയോയുടെ ലാസ്റ്റിൽ പറഞ്ഞുതരും. ഓസ്മോട്ടിക് പ്രഷർ വെച്ച് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല WB RT/πV. π മീൻസ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ,
ഇതിന്റെ ഓരോന്ന് ഡെറിവേഷൻ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ഡെറിവേഷൻസ് ഉണ്ട്. പഠിക്കാൻ ഒരെണ്ണം ചോദിക്കും. ഇതിൽ ഒരെണ്ണം ചിലപ്പോൾ 4 എഴുതാൻ പറഞ്ഞ് ഏതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഈ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഗ്രാഫ് ഉണ്ട്, അത് പഠിച്ചു വെക്കുക. ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ കൂടെ ഗ്രാഫ് ഉണ്ട്, പറയാൻ പറ്റും, അതൊന്നും പഠിച്ചു വെക്കണേ കേട്ടോ. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നന്നായിട്ട് പഠിക്കുക, ഈ ഫോർമുലാസ് കാണാൻ പഠിക്കുക, ഇതിന്റെ ഡെറിവേഷൻ ഉണ്ട് പഠിക്കുക. ഇത് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഈ ഓസ്മോസിസ് എന്ന് പറഞ്ഞ് നോക്കാം. എന്താ കുട്ടികളെ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? കുട്ടികളെ ഒന്നുമില്ലടാ, ഇപ്പൊ 2 സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഒരു സൊല്യൂഷന് കോൺസെൻട്രേഷൻ കുറവാണ്. ഈ കോൺസെൻട്രേഷൻ കുറവുള്ള സൊല്യൂഷനിൽ നിന്നും കോൺസെൻട്രേഷൻ കൂടുതലുള്ള സൊല്യൂഷനിലോട്ട് സോൾവെന്റ് പാർട്ടിക്കിൾ മൂവ് ചെയ്യും ത്രൂ എ സെമി പെർമനന്റ് മെംബ്രെയിൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്നവരാണ് ഓസ്മോസിസ്. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് നോക്കിക്കോ. ഇവിടെ 2 സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. 2 സൊല്യൂഷൻ എയും സൊല്യൂഷൻ ബിയും. സൊല്യൂഷൻ ബിയിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ, സൊല്യൂഷൻ എയിൽ കോൺസെൻട്രേഷൻ കുറവാണ്. ഇതൊരു 2 സൊല്യൂഷനെ ഒരു സെമി പെർമബിൾ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ സൊല്യൂഷൻ എയിൽ നിന്നും സൊല്യൂഷൻ ബിയിലോട്ട് എയിലെ സോൾവെന്റ് പാർട്ടിക്കിൾ മൂവ് ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓസ്മോസിസ്. ക്ലിയർ? അപ്പൊ ഇവിടെ നിന്നും ഇപ്പൊ സോൾവെന്റ് മീൻസ് ഇവിടെ വാട്ടർ. ഫോർ എക്സാമ്പിൾ, കുഞ്ഞ് എക്സാമ്പിൾ, ഇത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ഇത് വെറും പ്യുവർ വാട്ടർ എന്ന് വിചാരിച്ചോ. ഇത് ഉപ്പുവെള്ളം, സാൾട്ട് സൊല്യൂഷൻ, ഇത് പ്യുവർ വാട്ടർ. അപ്പൊ കോൺസെൻട്രേഷൻ ഇവിടെ അല്ലേ കൂടുതൽ. സോ ഇവിടെ നിന്ന് വാട്ടർ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കോടാ? ഇങ്ങോട്ടേക്ക് വാട്ടർ പോയിക്കൊണ്ടിരിക്കും. ഇത് സാൾട്ട് സൊല്യൂഷൻ, സോഡിയം അല്ലെ സാൾട്ട് സൊല്യൂഷൻ. സോ ഇവിടെ നിന്ന് എന്താണ് വാട്ടർ, ഇവിടെ വാട്ടർ മാത്രമേ ഉള്ളൂ, കോൺസെൻട്രേഷൻ കുറവ്, ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതല. സോ ഇവിടെ നിന്ന് വാട്ടർ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓസ്മോസിസ്. നിങ്ങളെ ഈ സൈഡില് അങ്ങോട്ട് ഒരു പ്രഷർ കൊടുത്താലോ, ഇങ്ങോട്ടൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ ഇവിടെ നിന്ന് വാട്ടർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ടൊരു പ്രഷർ അങ്ങ് അപ്ലൈ ആണ്, ഇങ്ങോട്ടൊരു പ്രഷർ അപ്ലൈ ആണ്. അപ്പൊ ഇത് സംഭവിക്കൂടാ, ഇങ്ങോട്ടുള്ള ഫ്ലോ ഓഫ് സോൾവെന്റ് നിൽക്കത്തില്ലേ, സോൾവെന്റ് മോളിക്കൂൾ ഇങ്ങോട്ടുള്ള ഫ്ലോ നിൽക്കില്ല. നമ്മൾ അങ്ങോട്ട് പ്രഷർ അപ്ലൈ ചെയ്താൽ നമ്മൾ ഈ ഓസ്മോസിന്റെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന ആ പ്രഷറാണ് പൈ, ഇറ്റ്സ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിക്വേർഡ് എമൗണ്ട് ഓഫ് പ്രഷറിനെ വിളിക്കുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ. പിടിയോ? ഈ ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ആഡ് ചെയ്യുന്ന റിക്വേർഡ് എമൗണ്ട് ഓഫ് പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്താ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? കുട്ടികളെ ഒന്നുമില്ല, ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷർ കൂടിപ്പോയാലോ, ഇവിടെ നിന്നും വാട്ടർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് പ്രഷർ അപ്ലൈ ആണ്. അപ്പൊ ഈ വാട്ടർ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷർ കൂടിപ്പോയി, ഓസ്മോട്ടിക് പ്രഷറിനെക്കാളും കൂടുതലായിപ്പോയി. സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമുള്ള പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ, അതിനേക്കാളും കൂടുതൽ പ്രഷറാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങ് അപ്ലൈ ചെയ്തത്. അപ്പൊ എന്ത് സംഭവിക്കും കുട്ടികളെ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത പ്രഷർ കൂടിപ്പോയാലേ ഇവിടെ നിന്നുള്ള സോൾവെന്റ് മോളിക്യൂൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഓസ്മോസ് എന്ന് പറഞ്ഞാൽ ലോ കോൺസെൻട്രേഷൻ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലോട്ട് സോൾവെന്റ് മൂവ് ചെയ്യുന്നതാ. പക്ഷെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടിപ്പോയി എന്ത് സംഭവിക്കും? ഹൈ കോൺസെൻട്രേഷൻ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് ആര് മൂവ് ചെയ്യും? സോൾവെന്റ് പാർട്ടിക്കിൾ മൂവ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, അപ്പൊ ഇവിടെ ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്താൽ ഇവിടെ നിന്നുള്ള സോൾവെന്റ് മോളിക്യൂൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ അവസാനം ഇവിടെ ആര് മാത്രമേ കാണുള്ളൂ? ഇവിടെ സാൾട്ട് സൊല്യൂഷൻ ആണ്, സോൾവെന്റ് എന്ന് പറയുമ്പോൾ വാട്ടർ ആണ്, വാട്ടർ എല്ലാം ഇങ്ങോട്ട് മൂവ് ചെയ്ത് അവസാനം ഇവിടെ ആര് മാത്രം കാണും? സാൾട്ട് മാത്രം കാണും. അങ്ങനെ നമുക്ക് സീ വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യാം. ഈ മെത്തേഡ് റിവേഴ്സ് ഓസ്മോസിസ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ ഉപ്പുവെള്ളം എടുത്തു, ഇവിടെ സാധാ വാട്ടർ എടുത്തു, അവിടെ നിന്ന് റിവേഴ്സ് ഓസ്മോസിസ് നടത്തി ഇവിടെ നിന്ന് വാട്ടർ ഇങ്ങോട്ട് പോകും, ബാക്കി അവിടെ സാൾട്ട് മാത്രം കാണും. ഓക്കെ, ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീസലിനേഷൻ ഓഫ് സീ വാട്ടർ എന്ന് വിളിക്കും. ഓക്കെ, ഡീസലിനേഷൻ ഓഫ് സീ വാട്ടർ എന്ന് വിളിക്കാം. അപ്പം റിവേഴ്സ് ഓസ്മോസിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറഞ്ഞാൽ ഡീസലിനേഷൻ ഓഫ് സീ വാട്ടർ. അത് എക്സാമിന് ചോദിക്കാം. ഗിവൻ എക്സാമ്പിൾ ഓഫ് റിവേഴ്സ് ഓസ്മോസിസ് ചോദിച്ചാൽ ഡീസലിനേഷൻ ഓഫ് സീ വാട്ടർ അല്ലെങ്കിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പിന് എന്ത് ചെയ്യുന്നത്? വേർതിരിക്കുന്ന പ്രോസസ്. പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പൊ റിവേഴ്സ് ഓസ്മോസിസും ഇമ്പോർട്ടന്റ് ആണ്, ഓസ്മോസിസ് ഇമ്പോർട്ടന്റ് ആണ്, ഓസ്മോട്ടിക് പ്രഷർ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻക്രീസിംഗ് പോയിന്റ്, റിലേറ്റിംഗ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ, ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് ഉള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ ആണ്. എന്തുകൊണ്ടെന്നാൽ ഈ 4 പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, എക്സാമിന് ചോദിക്കും കേട്ടോ. ഓസ്മോട്ടിക് പ്രഷർ ആണ് ബെസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ കാരണം വൈ? ബിക്കോസ് ഓസ്മോട്ടിക് പ്രഷർ വെച്ച് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്തുകൊണ്ട്
എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ആ സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ദ മോളാർ മാസ് ഓഫ് എ സൊല്യൂട്ട് ക്യാൻ ബി ഡിറ്റർമിൻ ഈവൻ ഇൻ ഏതാണ്? റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നമുക്ക് ആ സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും ബൈ ദ മെത്തേഡ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ വെച്ച്. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ റൂം ടെമ്പറേച്ചറിൽ പറ്റത്തില്ല, ടെമ്പറേച്ചർ അതിനനുസരിച്ച് വേരി ചെയ്യിക്കണം. ഓക്കെ, ആൻഡ് സെക്കൻഡ്, ഓസ്മോട്ടിക് പ്രഷർ മൊളാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ മൊളാലിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഓസ്മോട്ടിക് പ്രഷർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മൊളാരിറ്റി ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ലാർജ് ഈവൻ ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ. നമ്മളെ ഈ സൊല്യൂട്ടിന്റെ മോളാർ മാസ് ആണ് കണ്ടുപിടിക്കുന്നത്. ആ സൊല്യൂഷൻ വളരെ ഡൈല്യൂട്ട്, സൊല്യൂട്ട് വളരെ കുറച്ചേ ഉള്ളൂവെങ്കിൽ പോലും ആ സൊല്യൂട്ടിന്റെ മോളാർ മാസ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓസ്മോട്ടിക് പ്രഷർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയുള്ള ആൾക്കാരെ കിട്ടിയ അത്ര ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. ബാക്കി കൊളേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് മോളാർ മാസ് കണ്ടുപിടിച്ച അത്ര ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. ബട്ട് ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്ത വളരെ ചെറിയ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോളിക്കുലർ മാസ് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, നമ്മൾ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ബയോമോളിക്യൂൾസ്, പോളിമേഴ്സ് തുടങ്ങിയ ആൾക്കാർ. ഇവരൊക്കെയാണെങ്കിൽ വളരെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത്ര സ്റ്റേബിൾ എന്നല്ല അവന്മാർ. ഓക്കെ, അങ്ങനെ ഈ ബയോമോളിക്യൂൾസ്, പോളിമേഴ്സ് തുടങ്ങിയ ആൾക്കാരുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, കാരണം ബയോമോളിക്യൂൾസ്, പോളിമേഴ്സിന്റെ ഒക്കെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഓസ്മോട്ടിക് പ്രഷർ. എക്സാമിന് ചോദിക്കുക, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ 3 പോയിന്റ് റീസൺ ആയിട്ട് എഴുതി കൊടുക്കുക. ബയോമോളിക്യൂൾസിന്റെയും പോളിമേഴ്സിന്റെയും എന്താണ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്യും. റീസൺ ചോദിച്ചാൽ ഈ 3 പോയിന്റ് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ അവന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ 4 പോയിന്റ് എഴുതി കൊടുക്കുക. പിടി കിട്ടിയോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓസ്മോട്ടിക് പ്രഷറിന്റെ അഡ്വാൻറ്റേജസ് എക്സാമിന് ചോദിക്കും. ആൻഡ് ദെൻ നിങ്ങൾ നോക്കേണ്ടത് അബ്നോർമൽ മോളാർ മാസും വാൻ ഹോഫ് ഫാക്ടർ ഉണ്ട്. രണ്ടിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. സമയം കിട്ടുമെങ്കിൽ അസോസിയേഷൻ ഡിസോസിയേഷനും ഉണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതും കൂടെ ടൈം കിട്ടുമെങ്കിൽ നോക്കി വെക്കുക. ഇത്രയും പഠിച്ചാൽ സൊല്യൂഷനിലും കിട്ടുന്ന എല്ലാ മാർക്കും കിട്ടും. പ്ലസ് കൊൾഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ള പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസിന് സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാകുമ്പോൾ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിരുന്ന് പഠിക്കുക. ഗുഡ് ബൈ. ശരി എന്നാ.